സാധനം വെച്ചെടുത്ത് കാണൂല. പക്ഷേ പാറുവേ, പാറോ, ഞാൻ ഇവിടെ ഒരു ബ്രൗൺ എൻവലപ്പിൽ പേപ്പർ വെച്ചിട്ടുണ്ടായിരുന്നു, കണ്ടായിരുന്നോ നീ അത്? ഉറങ്ങണ പാറുവേ, എവിടെയാ സാധനം? പാറോ, എന്താ ചേച്ചി? ഓ അപ്പൊ ഉറങ്ങിയില്ലല്ലേ? എന്താണോ ചീറ്റലൊക്കെ? ചേച്ചി വഴക്കുണ്ടാക്കാൻ നിൽക്കാണ്. ഞാൻ വഴക്കുണ്ടാക്കാൻ വന്നതല്ല, ഞാൻ ഇവിടെ ഒരു പേപ്പർ വെച്ചിട്ടുണ്ട്, അത് കണ്ടാ നീ? എന്താണ് എന്താ ഇവിടെ? പാറു അവിടെ പിണങ്ങി ചുരുട്ടുകൂടി കിടന്ന് ഉറങ്ങണു. എന്താ മക്കളെ, നീറ്റ് വന്നേ, മോളിങ് നീറ്റ് വന്നേ. ഇപ്പൊ എണീറ്റ് വരും. അങ്ങനെ പറഞ്ഞ കേൾക്കുന്ന സ്വഭാവം ഒന്നും എന്റെ കൊച്ചിനില്ല. നീ പോടി, എന്റെ കൊച്ചു ഞാൻ വിളിച്ച ഉടനെ ഓടി വരും. മക്കളെ, അമ്മുമ്മ വിളിച്ചാൽ ഓടി വരുന്ന അന്നും ഇന്നും ഒരേ ഒരാളേ ഉള്ളൂ, അത് ഈ ലച്ചുവാണ്. അല്ല, എന്റെ മോളും വിളിച്ച ഓടി വരും. മക്കളെ, മക്കളെ ഓടി വാ. വാ, വരില്ല അവള്. നീ ഓടി. ആ കണ്ടോ, എന്തുവാ പ്രശ്നം? എന്തുവാ? ഓ, കഥ ബുക്കോ? കഥ ബുക്കിന് വേണ്ടിയാണ് ഈ പണിങ്ങി കിടക്കണേ. എന്റെ അമ്മ കൊറേ ബുക്കൊക്കെ മേടിച്ചു കൊടുത്തതാണ്. ഒരു കാര്യവുമില്ല, അവള് വെറുതെ കീറി കറിഞ്ഞ് നടക്കത്തേ ഉള്ളൂ. ഈ കാറ്റത്ത് ഇപ്പോഴും ആ ബുക്കിന്റെ പേപ്പറൊക്കെ ഇവിടെ പാറി പറഞ്ഞ് നടക്കണതാണ്. എന്നെ ഒരു കാര്യം ചെയ്, അമ്മഴത്ത് നിന്ന് പറ, അമ്മ ബുക്ക് മേടിച്ചു തരും. എന്താ നിങ്ങളുടെ കാശുണ്ടെങ്കിൽ കൊടുക്ക്, അവളൊരു കഥ ബുക്ക് മേടിക്കട്ടെ. എത്ര രൂപ വേണം? എന്തിനാച്ചാ അവക്ക് കാശ്? അവക്ക് സ്റ്റോറി ബുക്ക് മേടിക്കാൻ. പാറു, നീ നിക്കാണല്ലേ ഇങ്ങനെ? കൊള്ളാലോ. ഞാനൊന്നും ചോദിച്ചില്ല, ഞാനാണോ മിണ്ടാ നടക്കുന്നത്? ഇപ്പൊ ചോദിച്ചില്ല, മോളെ അടുക്കള വെച്ച് ചോദിക്കുന്ന അമ്മൂമ്മ കേട്ടായിരുന്നല്ലോ. എത്ര രൂപ വേണമെന്ന് പറ. കഥ ബുക്കൊക്കെ ഒരു 250 രൂപയൊക്കെ ആവുള്ളൂ. പക്ഷെ 250 രൂപയ്ക്കുള്ള ബുക്കൊന്നും ഇല്ല. കുറെ കളർ അടിച്ച കുറെ പേപ്പറും ചെറിയ ചെറിയ കഥകളും. ആ കഥയാണെങ്കിൽ 100 തവണ കേട്ടിട്ടുള്ളതാ. അത് മാത്രോ, ആ കഥ മൊത്തം കേട്ട് കഴിഞ്ഞാൽ ഉണ്ടല്ലോ, ആ ഫ്രണ്ട് പേജിലെ പേജ് ഇങ്ങനെ കീറിയിട്ട് ഇങ്ങനെ നടക്കും. കൊച്ചു പിള്ളേരെങ്ങനെ? അച്ഛ, ഇവക്കിത് വായിക്കാനൊന്നും അല്ല, ആ പടം നോക്കും. അത് തന്നെ എഴുതിയാൻ വായിക്കൊന്നും ചെയ്യൂലല്ലോ, അത്ര തന്നെ. എന്തായാലും എന്റെ മോക്ക് ഞാൻ എന്ത് ബുക്ക് വാങ്ങിച്ചു കൊടുക്കും? വേണ്ട പൂപ്പ. എന്തെന്ന് വേണ്ടെന്നാ? സത്യമായിട്ടും വേണ്ട. ഇത്ര നേരം അങ്ങനെ ഇല്ലല്ലോ പറഞ്ഞത്, വേണമെന്നല്ലേ പറഞ്ഞു. ഇപ്പൊ ഇത് പറ്റി പെട്ടെന്ന് വേണ്ടാന്ന്. അമ്മ നോക്കുന്ന നോണ്ട കണ്ട? ആ, അമ്മ നോക്കിയാൽ എന്താ കുഴപ്പം? അമ്മൂമ്മ അപ്പൂപ്പനും പോയി കഴിഞ്ഞാ എന്നെ അമ്മ ശരിയാക്കൂ. നീലുവേ, എന്റെ കൊച്ചിനെ വല്ലതും ചെയ്താലുണ്ടല്ലോ, നീ വിവരം അറിയേ? ആ, നല്ലത് കാര്യമൊക്കെ ഇവിടെ നിൽക്കട്ടെ. ആദ്യം കുഞ്ഞിന് ആവശ്യമുള്ള സാധനം വാങ്ങിച്ചു കൊടുക്കുക. കാശ് ഞാൻ തരാം. എവിടെന്നാ വാങ്ങുന്നേ? കട ഞാൻ പറഞ്ഞുതരാം, പക്ഷെ വാങ്ങണ്ട. കട ഞാൻ പറഞ്ഞുതരാം, വാങ്ങണ്ട. നമ്പര്, ഭയങ്കര നമ്പര്. എന്റെ മരുമോന്റെ എല്ലാ നമ്പരും കിട്ടിയിട്ടുണ്ട്. തുടങ്ങിയല്ല ബാലുവിന്റെ പേര് പറിച്ചില്ല നമുക്ക്. ബുക്ക് വാങ്ങിക്കണ്ട. വാങ്ങാം. ആരാ വാങ്ങിക്കുന്നേ? ലച്ചു പോയി മേടിക്കും, അല്ലാതാരാ? ഞാനാ. എന്റെ അമ്മ ഞാൻ അതിന് ബുക്ക് മേടിക്കാൻ ജംഗ്ഷൻ വരെ പോണം. നീ വിളിച്ചു പറഞ്ഞാൽ കൊണ്ടുവരെങ്കിൽ ജംഗ്ഷനോട്ട് പോകണ്ട. എപ്പോഴും ജംഗ്ഷനിൽ പോകുന്ന ചേച്ചിയാ, ഇപ്പൊ പോണ്ട ചേച്ചി. അത് തന്നെ, ഉള്ള കാര്യത്തിന് ഇല്ലാത്ത കാര്യത്തിനൊക്കെ എല്ലാ ദിവസവും ഓടിപ്പോകും ജംഗ്ഷനിലേക്ക്. നമുക്ക് പോകണ്ട. എല്ലാ ദിവസവും ആര് ജംഗ്ഷനിൽ പോണ്? ഞാൻ പോണു. നീ എല്ലാ ദിവസവും ജംഗ്ഷനിൽ പോവോ ഇല്ലോ എന്നുള്ളതൊന്നും എനിക്കറിയണ്ട. പക്ഷെ ഇന്ന് നീ പോയിരിക്കും, ബുക്കും വാങ്ങിച്ചിരിക്കും. എന്തോന്ന് അമ്മുമ്മ? ഇന്ന് നീ ജംഗ്ഷനിൽ പോയില്ലെങ്കിൽ ഞാൻ ഇവിടുന്ന് പടവലത്ത് പോകുന്നത് വരെ നീ പിന്നെ ജംഗ്ഷനിൽ പോവത്തില്ല, അതുറപ്പാ. എന്തോന്ന് അമ്മുമ്മ ഇത്? ഇപ്പൊ തന്നെ പോണം. ഇപ്പൊ തന്നെ പോവാം. ആദ്യമേ ഞാൻ എന്റെ കവറിൽ വെച്ചിരുന്ന ബില്ലും പേപ്പറും കണ്ടുപിടിക്കട്ടെ. അതിന് നീ എന്നെ സഹായിക്കണം. ഞാനാ? നീ തന്നെ. ഇവിടെ പേപ്പർ ആകെപ്പാട് അടിച്ചു മാറ്റിയത് ഒരാൾ നീയേ ഉള്ളൂ. അതുകൊണ്ട് നീ തന്നെ കണ്ടുപിടിച്ച് സഹായിക്കണം. എന്നാ ബുക്ക് മേടിച്ചോണ്ട് വരാം. ബുക്ക് വാങ്ങിച്ചോണ്ടാ കണ്ടുപിടിക്കാൻ സഹായിക്കാം. ആ പരിപ്പ് ഇവിടെ വേവൂല്ല മോളെ. നീ അത് കണ്ടുപിടിക്കാൻ സഹായിച്ചാ ഞാൻ ബുക്ക് മേടിച്ചോണ്ട് വരാം. മതി, തർക്കം മതി. ആദ്യം ബുക്ക് വാങ്ങിച്ചു കൊടുക്ക്. വാങ്ങിച്ചു കൊടുക്കണേ. മേടിച്ചു കൊടുക്കാം. പൈസ പൈസ തരാം. വാ. നിനക്കേ വെച്ചിട്ടുണ്ട് കേട്ടോ. നിലുമോളെ, എന്താമ്മ? എടി, കുറെ നാളായിട്ട് വിചാരിക്കുവാടി ഗുരുവായൂർ അമ്പലത്തിലൊന്ന് പോകണമെന്ന്. അപ്പൊ നമ്മുടെ പാഴൂർ അമ്പലത്തിൽ നിന്നേ കുറെ ആൾക്കാർ പോകുന്നുണ്ട്. ആണോ? അപ്പൊ അവരുടെ കൂടെ ഒന്ന് പോകാൻ ഞാനും കൂടെ തീരുമാനിച്ചു. അത് നിന്റെ അച്ഛനോട് പറഞ്ഞു. അച്ഛനോട് പറഞ്ഞപ്പോ പറയുവന്നേ, മുട്ട് വയ്യാത്തതല്ലയോ, ഇപ്പൊ എന്തിനാ പോന്നെ, പോകണ്ടെന്ന്. അച്ഛൻ അങ്ങനെ പറഞ്ഞ? അമ്മക്ക് അത്രയ്ക്ക് വയ്യായിക്കൊന്നുമില്ല. അമ്മ പോയിട്ട് പറഞ്ഞാൽ എന്താ കുഴപ്പം? ഗുരുവായൂരല്ലേ? എടി, ഗുരുവായൂർ പോകുന്ന കൂട്ടത്തിലേ ബദരീനാഥ്, കേദാർനാഥ്, വെങ്കടാചലപതി അങ്ങനെയുള്ളിടത്തൊക്കെ പോകുന്നുണ്ട്. അങ്ങനെ വേറെ കുറെ സ്ഥലങ്ങളുണ്ട്. പക്ഷെ എവിടേക്കാന്ന് ആ പേരൊന്നും എനിക്ക് ഓർമ്മയില്ല. എന്നാ പിന്നെ ആ കൂട്ടത്തിൽ നമുക്ക് കൈലാസത്തിൽ ഇവിടെ പോയിട്ട് വരായിരുന്നില്ലേ? അടി, അങ്ങനെ പോകാൻ പ്ലാനുണ്ട്. അത് അടുത്ത വർഷം പോന്നെന്ന് പറഞ്ഞു. ആണോ? അമ്മയ്ക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടോ? അമ്മ ഭയങ്കര തണുപ്പാണ് അവിടെയൊക്കെ. അമ്മ പോയിട്ട് വരുമ്പോഴത്തേക്ക് അവിടെ മുട്ട ഒരു പരുവായിട്ടുണ്ടാവും. ചിന്തിച്ചൂടെ ഇതൊക്കെ ഒന്ന്? എടി, എന്തോ പറയുമ്പോഴും എന്റെ മുട്ടിന്റെ വേദനയുടെ കാര്യം പറഞ്ഞാണല്ലോ നിങ്ങളെല്ലാം മുടക്കുന്നത്. മുട്ടിന് കുഴപ്പമൊന്നും ഇല്ല അല്ലെങ്കിൽ
ആ മുട്ടിന് വേദനയൊക്കെ ഉണ്ട്. അല്ലെങ്കിൽ യാത്ര പോണേന് അല്ലെങ്കിൽ അങ്ങോട്ട് ചാടാനും ഇങ്ങോട്ട് ചാടാനും മുട്ടിന് ഒരു കുഴപ്പമില്ല. അല്ലെങ്കിൽ മുട്ടിന് എൻ്റെ പൊന്നോ വേറെ അതല്ല അച്ഛൻ പറയണത്. എന്നാ അപ്പൂപ്പ നോണ്ടിരിക്കുന്നത് നീ പോയില്ലേ മോളെ? പൈസ കൊടുത്തിട്ട് എത്ര പേര്? ബുക്ക് മേടിച്ച് എന്നിട്ട് വായിക്കാനൊന്നുമല്ലല്ലോ, വെറുതെ പടം നോക്കിയിരിക്കാനല്ലേ. അതെന്താ ആയിക്കോട്ടെ പോയിട്ടോ. പിന്നെ നിക്കണ നിപ്പിൽ പോകാനൊന്നും എന്നെ കൊണ്ട് പറ്റൂല. അപ്പ ഞാൻ കുറച്ച് കൊണ്ടുപോയി മേടിച്ചോണ്ട് പോകണം. അപ്പൂപ്പ മനപ്പൂർവ്വം. ആ കുറച്ച് കഴിയുമ്പോൾ ചേച്ചി പോയി വാങ്ങിച്ചോണ്ട് തരും കേട്ടോ. അത് തന്നെ. അയ്യോ ലളിതയാ, ഏതാണ്ട് അത്യാവശ്യ കാര്യം പറയാനാന്ന് തോന്നുന്നു. പിന്നെ ഭയങ്കര അത്യാവശ്യ കാര്യമായിരിക്കും. പുണ്യക്ഷേത്രം സന്ദർശിക്കുന്ന കാര്യം എവിടം വരെ എന്ന് അറിയാനായിരിക്കും. ഹലോ ലളിതേ, പറഞ്ഞോ, കേക്കാം. ഹലോ, കേക്കുന്നില്ലേ? എനിക്ക് കേക്കാം, നീ പറഞ്ഞോ. എനിക്ക് ദേഷ്യം വരുന്നുണ്ട്. ഓ അമ്മൂമ്മയുടെ ഫോണിലെ സ്പീക്കർ ചിലപ്പോൾ കംപ്ലൈന്റ് ആയിരിക്കും. എന്താ അവിടെ ഫോണിന്റെ സ്പീക്കറിന് കംപ്ലൈന്റ് ആയിക്കൂടെ? രണ്ടുപേരുടെ സ്പീക്കർ അടിച്ചു പോയിട്ടുണ്ടാവും. എൻ്റെ പൊന്നമ്മ മലയാളത്തിലല്ല പറഞ്ഞത്. ആ കടയിൽ കൊണ്ട് നന്നാക്കാൻ. ലച്ചു ഇപ്പൊ ജംഗ്ഷനിൽ പോണ്ടല്ലോ, ലച്ചുവിനെ കൊടുത്തോട്, അവള് നന്നാക്കി കൊണ്ടുത്താൻ. അത് ശരിയാവില്ലെന്ന് ഞാൻ പറഞ്ഞില്ലയോ? ഞാൻ ആ പാഴൂരെ ആ പയ്യൻ്റെ തന്നെ കൊണ്ട് കൊടുത്ത് ശരിയാക്കിക്കോളാം, നല്ല നന്നാവും. പാഴൂരെ പയ്യൻ എന്തു പറഞ്ഞാലും ഒരു പാഴൂരെ പയ്യനുണ്ട്. പിന്നെ അവനല്ലേ മൊബൈൽ ഫോൺ കണ്ടുപിടിച്ചത്. നിങ്ങളെ പറമ്പ് കളിക്കാനേ കുമാരനെയല്ലേ വിളിക്കുന്നേ? വേറെ ഏത് പണിക്കാർ വന്നാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവോ? കുമാരൻ മുമ്പിൽ നിന്ന് കളച്ചെങ്കിലല്ലേ നിങ്ങൾക്ക് പിടിക്കത്തുള്ളൂ. എടീ പറമ്പ് കളിക്കുന്ന പോലാണോ ഈ മൊബൈൽ ഫോണിന്റെ കാര്യം? അമ്മൂമ്മയുടെ ഫോണും ഇവിടെ ബുക്ക് കിട്ടിയില്ല. നീ പോടി, നിന്റെ ഒരു ബുക്ക് നേരെ വായിക്കാൻ പോലും അറിയത്തില്ല. ഫോൺ ശരിയാവൂല. പഴഞ്ഞ ഫോൺ. പഴഞ്ചും പോണിരിക്കുന്നതേ നിന്റെ അച്ഛൻ്റെ കയ്യില. ഞാൻ അച്ഛൻ വരുമ്പോ പറഞ്ഞോളൂ. പിന്നെ പറഞ്ഞാലിപ്പോ എനിക്കെന്തുവാ? ലച്ചു, നീ ബുക്ക് വായിക്കാൻ അടിക്കാൻ പോകണ്ടാടി. കണ്ടോ അപ്പൂപ്പ? എന്തോ നാടിയത്? ഈ പിള്ളേരാണോ വഴക്കുണ്ടാക്കുന്നത്? എനിക്കിത് വേറെ ആരെയും കിട്ടിയില്ല. ആ ഫോൺ പിന്നെ കിടന്നടിക്കുന്നത് ഞാൻ എടുക്കുന്നില്ല. അവിടെ അങ്ങനെ ഇരിക്കട്ടെ. ഇരുമോളെ എന്താച്ചാ ഇത്തിരി വെള്ളം ചൂടാക്കി. കുളിക്കാനാണ് അച്ഛാ? അല്ല, ഇവളുടെ ഫോൺ എടുത്ത് ആ വെള്ളത്തിലിടെ. അമ്മൂമ്മ വേണമെങ്കിൽ ഞാൻ ജംഗ്ഷനിൽ പോകുമ്പോൾ അമ്മൂമ്മയുടെ ഫോൺ നന്നാക്കി കൊണ്ടുവരാം. വേണ്ടാന്ന് എത്ര തവണ പറഞ്ഞു? അവള് ഫോൺ നന്നാക്കാൻ നടക്കുന്നു.